പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം പരപ്പനങ്ങാടി കോഴിക്കോട് റൂട്ടിൽ യുവാക്കളുടെ നിയമലംഘന യാത്ര. ആനങ്ങാടി ഭാഗത്ത് വെച്ചാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. 2 വാഹനങ്ങളിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. നിയമലംഘന യാത്രക്കെതിരെ പരപ്പനങ്ങാടി സ്വദേശി പരാതി നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ആ ദൃശ്യങ്ങളൊന്നും എല്ലാവരും ഫൈൻ അടിക്കാൻ തയ്യാറായിക്കോളാ. ചെറിയ നിയമലംഘനമൊന്നുമല്ല. ഡിക്കി തുറന്ന് ആ ഡിക്കിയുടെ പുറകിൽ ഇരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അത് 2 വാഹനങ്ങളിലായിട്ടുണ്ടെന്നുള്ളതാണ്. അതിലൊരു വാഹനത്തിൻ്റെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അതായത് ഡിക്കി തുറന്ന് അതിൻ്റെ സൺഷീൽഡും തുറന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി സൺഷീൽഡും തുറന്ന് ഒരാൾ നിൽക്കുന്നു. ജനലിൽ കൂടി ഒരാൾ പുറത്തേക്ക് നിൽക്കുന്നു. മറ്റ് 2 പേർ പുറകിൽ ഡിക്കി തുറന്ന് അതിലിരിക്കുന്നു. വണ്ടി നീങ്ങുന്നുമുണ്ട്. അതാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ദൃശ്യങ്ങളിൽ ചില ശബ്ദമൊക്കെ കേൾക്കാം. ആ പരപ്പനങ്ങാടി സ്വദേശിയാണ് ഇതിൽ ഈ നിയമലംഘന യാത്രക്കെതിരെ പരാതി നൽകിയത്. അയാളുടെ ഈ വീഡിയോ പകർത്തിയ ആളുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്നു. ആ വീഡിയോ പകർത്തിയ ആൾ തന്നെയാണ് പരാതി കൊടുത്തതും എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു നിമിഷം മനസ്സിലാക്കുന്നു. നിയമലംഘന യാത്രക്കെതിരെ എന്തായാലും പരാതി പോയിട്ടുണ്ട്. 2 വാഹനങ്ങളിലായാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. യുവാക്കളുടെ അഭ്യാസ പ്രകടനമായിരുന്നു. ആനങ്ങാടി ഭാഗത്ത് വെച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. പരപ്പനങ്ങാടി കോഴിക്കോട് റൂട്ടാണ്. ഈ പരപ്പനങ്ങാടി കോഴിക്കോട് റൂട്ടിലാണ് യുവാക്കളുടെ നിയമലംഘന യാത്ര നടന്നിരിക്കുന്നത്. ഈ നിയമലംഘന യാത്രയിൽ പരപ്പനങ്ങാടി സ്വദേശി പരാതി നൽകിയിട്ടുണ്ട്. ഫൈൻ അടിക്കാൻ തയ്യാറായിക്കോളിച്ചാ. എല്ലാവരും ഫൈൻ അടിക്കാൻ തയ്യാറായിക്കോളാ. മലപ്പുറം